ഹലോ, ഇന്നിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിത് ഒരു 3 ശർക്കര ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു പാനിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ ഒരു 1/2 കപ്പോളം വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അരിച്ചിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ വീണ്ടും ഞാനിതൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിടി തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വെളിയുന്നത് വരെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതേ ചെറുപയർ ഒരു 1/2 കപ്പ് ചെറുപയർ എടുത്തതിന് ശേഷം കുതിർത്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലോണം അങ്ങ് വെന്ത് പോകണ്ട, എന്നാലും നമുക്ക് കടിക്കാൻ പാകത്തിന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതും ഇട്ട് കുറച്ച് ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെ 4 ചെറിയ പഴമാണ്. പിന്നെ ഇതിലോട്ട് ചെറിയ പഴം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് നേന്ത്രപ്പഴം എടുക്കാം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം പഴിച്ചിട്ടുള്ള പഴം എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ അങ്ങ് ടേസ്റ്റ്. അതിലോട്ട് നമ്മളിതേ കുറച്ച് ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ ഒരു ബൗളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പഴം എടുക്കും പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ലോണം പഴുത്തിട്ടുള്ള പഴം തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ആ ചെറുപയറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ശർക്കരപ്പാനി കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിക്കായതുകൊണ്ട് തന്നെ ഞാനിത് ഒരല്പം ഒരു 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇതങ്ങ് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ വേണ്ടത്. നല്ല കട്ടിയായിട്ട് എടുക്കരുത്, അതുപോലെ തന്നെ ഈ ഒരു ലൂസിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് ഇല ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സമൂസ ഷീറ്റിനൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെയാണ് നമ്മൾ ഇല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സമൂസ ഷീറ്റൊക്കെ മടക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു രീതിയിൽ ഇതുപോലെ ഇല അങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഫില്ലിങ് അങ്ങ് നിറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇല എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മടക്കിയെടുത്ത് കഴിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. കാരണം കൂടുതലിട്ട് കഴിക്കുന്നതിനേക്കാൾ കുറച്ചായിട്ട് ചെറിയ ഇലയായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, താഴെ വരെ എത്താൻ വേണ്ടിയിട്ട് നല്ല ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് ഇത് നന്നായിട്ട് അങ്ങ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് എടുക്കുവാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പിന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ ചെറുപയറും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ അല്ലേ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ഒരു കൃഷ്ണാവ് എന്നുള്ള പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ ബൈ.